തന്നെ അദ്ദേഹം പിന്നീട് മാപ്പ് പറയണമെന്നും ആ ഉദ്ധരണി ശരിയല്ല എന്നും മറ്റു നിലക്കുമുള്ള പ്രസ്താവനകൾ നടത്തി ബഹളം വെക്കുകയാണ് ഉണ്ടായത്. ഈ രൂപത്തിലാണ് മുസ്ലിയാക്കന്മാർ ഇവിടെ ഈ സംവാദം മുടക്കാൻ പരിശ്രമിച്ചത്. എന്നാൽ ഈ ലേഖനം വഴി പുറത്തു വരാനുള്ളത് 5 തട്ടിപ്പുകളാണ് എന്ന് മുസ്ലിയാക്കന്മാർ വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കുകയാണ്. ലേഖനം വായിക്കുമ്പോൾ തന്നെ മുസ്ലിയാക്കന്മാർ അത് മനസ്സിലാക്കുകയാണ്. ഒന്നാമതായി പുറത്തു വരാനുള്ള തട്ടിപ്പ്, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നൊരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്നൊരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല എന്ന ഒന്നാമത്തെ തട്ടിപ്പ്. രണ്ടാമത് ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടിക്ക് മുന്നിൽ സുജൂദ് ചെയ്യുക എന്നത് കേവല ഹറാമിൻ്റെ ഗണത്തിൽ പെടുത്തിക്കൊണ്ടുള്ള ആ പരാമർശവും ഇവിടെ പൊളിക്കപ്പെടും എന്നത് മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കി. മൂന്നാമതായി ഈ സൃഷ്ടിക്ക് മുന്നിൽ സുജൂദ് ചെയ്താൽ കാഫിറായി പോകുമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ കാഫിറായി പോകുന്ന തരത്തിലുള്ള, സ്വന്തം ഭാര്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന തരത്തിലുള്ള, അതുപോലെ അനന്തരാവകാശം നിഷേധിക്കപ്പെടുന്ന തരത്തിലുള്ള സുജൂദിനെ ആദം നബിക്ക് മുന്നിൽ മലക്കുകൾ ചെയ്ത സുജൂദുമായി ബന്ധപ്പെടുത്തി ലേഖനത്തിൽ വിശദീകരിച്ച തട്ടിപ്പ്, ആ തട്ടിപ്പ് മൂന്നാമതായി പുറത്തു വരും എന്ന് മുസ്ലിയാക്കന്മാർ ലേഖനം വായിച്ചപ്പോൾ മനസ്സിലാക്കി. നാലാമതായിക്കൊണ്ട് ഇത് മുജാഹിദുകളും സമ്മതിക്കുന്നതാണ് എന്ന ശുദ്ധമായ കളവ് ഈ ലേഖനത്തിൽ പറഞ്ഞതും പുറത്തു വരുമെന്ന് മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കി. അഞ്ചാമതായി 1971 നവംബർ മാസം പുറത്തിറങ്ങിയ സൽസബീലിലെ ഉദ്ധരണിയിൽ കാട്ടിയ കൃത്രിമം മുജാഹിദുകൾ കയ്യോടെ പിടികൂടുമെന്ന് മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കി. ഈ 5 കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ തന്നെ മുന്നിട്ടിറങ്ങി മധ്യസ്ഥന്മാരുടെ തീരുമാനങ്ങളെപ്പോലും കാറ്റിൽ പറത്തി സദസ്സിനെ ഇളക്കിവിട്ട് ബഹളമുണ്ടാക്കി ആ സംവാദം നിർത്തിവെക്കാൻ പരിശ്രമിച്ചത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഈ കലക്കലും ഈ ബഹളം വെക്കലും ഒക്കെ മനഃപൂർവ്വമായിരുന്നോ എന്ന് സംശയിക്കത്തക്ക രൂപത്തിലുള്ള തെളിവുകളും സംവാദത്തിൽ നിന്ന് മുജാഹിദുകൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം വളരെ വ്യക്തമായി നേരത്തെ തന്നെ എഴുതി കൊടുത്ത ആളുകൾക്ക് മാത്രമാണ് സംവാദവേളയിൽ ഹാളിനകത്ത് പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നത്. അവരുടെ പേരുകൾ വളരെ വ്യക്തമായി എഴുതുകയും സുന്നി പക്ഷത്ത് നിന്ന് കയറുന്ന ഹാളിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ മുജാഹിദ് പക്ഷത്തിന് കൈമാറുകയും മുജാഹിദ് പക്ഷത്തിൽ നിന്ന് ഹാളിൽ കയറുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ സുന്നി പക്ഷത്തിന് കൈമാറുകയും കയറുന്ന ആളുകൾക്ക് പ്രത്യേകമായ സീറ്റ് നമ്പറുകൾ നിശ്ചയിക്കുകയും വളരെ വ്യക്തമായി തിരിച്ചറിയാനുള്ള കാർഡ് അവർക്ക് നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ സംവാദം ക്രമീകരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഈ സംവാദത്തിൽ ഹാളിനകത്ത് പ്രവേശിച്ച ആളുകളിൽ ഈ രജിസ്റ്ററിൽ പേരില്ലാത്ത ഒരാളെ മുജാഹിദുകൾക്ക് കണ്ടെത്താൻ സാധിച്ചു. ഈ രജിസ്റ്ററിൽ അഥവാ മറുഭാഗം മുജാഹിദുകൾക്ക് കൈമാറിയ രജിസ്റ്ററിൽ പേരില്ലാത്ത ഒരാൾ, അയാൾ ഈ സംവാദത്തിൻ്റെ ഉള്ളിൽ കടന്നു കയറിയതായി കാണാൻ കഴിഞ്ഞു. രണ്ടാമതായിക്കൊണ്ട് ഈ പേരിൽ തിരിമറി നടത്തി സംവാദ ഹാളിൽ കയറിയ ആളാണ് ഒന്നാമതായി പ്രശ്നമുണ്ടാക്കിയത്, ബഹളം വെച്ചത് എന്നതും ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആരാണ് അദ്ദേഹം? APK പ്രശ്നത്തിൽ EK അബൂബക്കർ മുസ്ലിയാരെ സമസ്താലയത്തിൽ ഇട്ട് പൂട്ടി എന്ന് പലരാലും പറയപ്പെടുന്ന ചിയൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ഈ ചിയൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഈ ഹാളിനകത്ത് പ്രവേശിച്ചു. ആ ചിയൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പേര് ഈ രജിസ്റ്ററിൽ, സുന്നികൾ മുജാഹിദുകൾക്ക് സമർപ്പിച്ച രജിസ്റ്ററിൽ കാണാനില്ല. എന്ന് മാത്രമല്ല ഈ ചിയൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ
ഇരുന്നത് 130 നമ്പർ സീറ്റിലാണ്. ഈ 130 നമ്പർ സീറ്റിലിരുന്ന ആളിൻ്റെ പേര് രജിസ്റ്ററിൽ വേറെ ഒന്നായിട്ടാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ ആൾമാറാട്ടം നടത്തി ഹാളിൽ കയറിയ ആളാണ് ഒന്നാമതായി ഈ സംവാദത്തിൽ പ്രശ്നമുണ്ടാക്കിയത് സദസ്സിൻ്റെ ഇടയിൽ നിന്നും. അതുകൊണ്ട് തന്നെ നേരത്തെ ചട്ടം കെട്ടി മുജാഹിദുകളുടെ മുന്നിൽ പതറുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയുണ്ടായാൽ ബഹളമുണ്ടാക്കാനുള്ള നിർദ്ദേശം നൽകുകയും അതിനുവേണ്ടി ആളെ ചട്ടം കെട്ടി ആൾമാറാട്ടം നടത്തി ഹാളിനകത്ത് കയറ്റുകയും ചെയ്തു എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതിനും പുറമെ ഈ ബഹളമുണ്ടാക്കി അലങ്കോലപ്പെടുത്തി അതിന് നേതൃത്വം നൽകി ആൾമാറാട്ടം നടത്തി ഹാളിൽ കയറി ഈ രൂപത്തിലുള്ള എല്ലാ വികൃതികളും കാട്ടിയ ചിയൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ബഹളമൊക്കെ ഉണ്ടാക്കി. അയാൾ ആ സദസ്സ് അലങ്കോലപ്പെടുത്തി അവസാനം സംവാദം നിർത്തിവെക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ചിയൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കാണുന്നത് സ്റ്റേജിലാണ് മറുഭാഗത്തോടൊപ്പം നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും സൊറ പറയുകയും ചിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പിന്നെ കണ്ടത്. അതേ മുസ്ലിയാക്കന്മാരുടെ ആവശ്യപ്രകാരം സംവാദം കലക്കിയതിന് മുസ്ലിയാക്കന്മാരുടെ വക സൽക്കാരം, ആ സൽക്കാരം ചിയൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് നൽകിയത് വളരെ വ്യക്തമായി അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ പകർത്തിയെടുത്തു. എന്നു മാത്രമല്ല, അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആ പൈശാചികത വ്യക്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുകയും ചെയ്യണമെന്ന് റസൂൽ പഠിപ്പിച്ചുവെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നു, ഇടത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, തീർച്ചയായും പിശാചാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്, ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ആ പൈശാചികത നിലനിർത്തിക്കൊണ്ട് തന്നെ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ച് സന്തോഷം പങ്കിടുന്നു സ്റ്റേജിൽ നിന്നുകൊണ്ട്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ രജിസ്റ്ററിൽ പേരില്ലാതെ ആൾമാറാട്ടം നടത്തി ഹാളിനകത്ത് കടന്നുകൂടിയ ആളാണ്. ഇയാളാണ് പ്രശ്നം സദസ്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒന്നാമതായി ഉണ്ടാക്കുന്നത്. അത് വളരെ വ്യക്തമായി ബോധപൂർവം മുൻകൂട്ടി ബഹളമുണ്ടാക്കുക എന്ന ഉദ്ദേശം മുസ്ലിയാക്കന്മാർക്കുണ്ടായിരുന്നുവെന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമായി തെളിവായി നിലനിൽക്കുന്നത് ഇവിടെ നമ്മൾ കാണുകയാണ്. ഇത്യാദിയുള്ള കോപ്രാട്ടികളെ